യോഗവും അല്ലെ നാലാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാം അല്ലെ നാട്ടിനകത്ത് സത്താരിക്കുന്ന അനുകൂലം പകർന്നു പോകുവാനുള്ള കൈവല്യം ഞങ്ങൾ കൊടുത്തു തരണം നാഥൻ എന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. എല്ലാത്തിനും സാക്ഷിയായിട്ട് രണ്ടോ ഉപകരണം പറയാൻ അല്ലെ. ഭഗവാൻ അന്തർദാനം ചെയ്തതിനു ശേഷം രണ്ടക്ഷരത്തിന്റെ പിഴ വന്നു പോയി എന്നിരിക്കുന്ന ഈശ്വലുണ്ടാ ഉണ്ടാവോ? പറയാനുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ ചൊല്ലിയല്ല അല്ലെ. അത് ഭഗവാന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന കാലത്ത് ചൊല്ലിയല്ലോ. അതുകൊണ്ട് സന്തോഷം. ഇനി എന്ത് തന്നെ ആയാലും തിരിയട്ടെ ഭഗവാൻ മറയുന്ന കേട്ടോ. ആദിത്യൻ്റെ അർത്ഥബിംബത്തിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും പരിതാപമല്ലേ. ആയതുകൊണ്ട് അനേകം ചൊല്ലുന്നില്ല, ഞാൻ അർത്ഥത്തെ കുറയ്ക്കുന്നില്ല ഭഗവാൻ ചൊല്ലിയിട്ട് കേട്ടോ. ആയതുകൊണ്ട് മൂരനര പന്നകാദികളിൽ ലയിച്ചു പോരുന്ന ശ്രീമന്നാരായണൻ വിശ്വധാനവൻ നിഗ്രഹം ചെയ്തു പോരുന്നല്ലേ മൂരനര ചങ്ങമുള്ള ഇതുകായ് വിതുകായ് വിദ്വന്മയ ജമ്പകുംഭ വിശുംഭ പത്മാണ്ട ഹിരണ്യാക്ഷ ദുഗ്രാക്ഷ മണ്ഡാസുര മുഖാസുര സഹസ്ര കമല ശിശുപാല ദന്തപക്ക മാരീതി മായാവി മാന്യവാൻ എന്നിരക്കുന്ന ദുഷ്ടധാരകന്മാരെ നിഗ്രഹിച്ച് ചെയ്തു പോരുന്ന കാലത്ത് അല്ലെ കനകസനാതന സലക്കൂർവായ പ്രത്വന്മാരും വാസവാദി അഗ്രസംഘങ്ങളും മുല്ല മഞ്ഞക കൈതകങ്ങാരി ചെത്തി ജനമകളുകളും ചിച്ചാൻ കരിങ്കൂളം കുറുക്കുത്തിമുള്ള ചന്താവര പുഷ്പം എന്നിരിക്കുന്നതായ സുഗന്ധ പുഷ്പത്തോട് കൂടിയിട്ട് അർച്ചന ചെയ്തത് പരമാർത്ഥമെങ്കിൽ കേട്ടോ. ഇന്ന് പ്രസിദ്ധീകരിച്ചു പോരുന്നതായ നാഥൻ നിങ്ങൾക്ക് അല്ലെ ശംഖചക്ര കഥാവസവും ധരിച്ചിരിക്കുന്ന കരവല്ല ഭാവുക്കളാൽ കോരിപ്പകർന്ന് തന്നിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ. ആ പച്ചരി കൊണ്ട് കുസുമമായിട്ട് പുഷ്പമായിട്ട് കരുതിയിട്ട് ദേവന്മാർ പൂർവ്വകാലത്ത് എങ്ങനെയാണോ ഭഗവാന്റെ ഉച്ചീകളെ അർച്ചന ചെയ്തത് അതേപോലെ കേട്ടോ ഈ ഭഗവാനെ അർച്ചന ചെയ്ത് യാത്രയാക്കുകയും നിങ്ങൾ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിങ്കിലേക്ക് ഒന്ന് ചാടിക്കയറട്ടോ. കയറട്ടോ കുഞ്ഞുകിടാകളെ. മുക്തിപാഠമാകുന്നതായ കവാടത്തിങ്കിൽ നിന്നിട്ടും ഭക്തിപാഠമാകുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ ദേവനൊന്ന് ചാടിക്കടക്കട്ടോ കരുവരെ മഹാരാവരെ. അതിന് ഏറ്റവും ഉതകുന്നതായ അല്ലെ മഹാഭാഗ്യവും മന്ത്രവും ഭക്ത്യാദരവിന്റെ ബാഹ്യപ്രസവമായിരിക്കുന്ന ഗോവിന്ദനാമമുണ്ട്. ആ ഗോവിന്ദനാമത്തെ ഉച്ചരിച്ചിട്ട് ഈ ദേവനെ നിങ്ങളെ യാത്രയാക്കുമ്പോൾ കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത്ര കാലം വരക്കും ഇനി കണ്ടുപോരുന്ന കാലം വരക്കും ഉദിച്ച ആദിത്യന്റെ പ്രഭയം ചോർന്ന മഞ്ഞും പെയ്ത മഴയുമല്ലാതെ മറ്റൊരു കാലാവസ്ഥയ്ക്ക് കോട്ടം വരുത്താടുന്നൊക്കെ വണ്ണം എന്നും സംരക്ഷിച്ചു പോരുവാൻ ശ്രീമന്നാരായണൻ കൂടെ ഉണ്ടാകും.